നമുക്ക് ചിട്ടുള്ളി മുളകും, അല്ലെങ്കിൽ തലശ്ശേരി ഭാഷയിൽ നമ്മൾ ചിട്ടുള്ളി മുളക് എന്ന് പറയാം, അല്ലെങ്കിൽ വെളുത്തുള്ളി മുളക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതുണ്ട് മുളക്, വറ്റൽ മുളക് നന്നായി കഴുകിയെടുക്കുക. വറ്റൽമുളക് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മളതൊരു ചെറിയ മിക്സിൻ്റെ ജാറില്ലേ, ചെറിയ ജാറിലേക്ക് മാറ്റിയിടുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുക. അതൊന്ന് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി തോലെല്ലാം കളഞ്ഞ് വെക്കുക. വെളുത്തുള്ളിൻ്റെ തോല് കളഞ്ഞ് വെച്ച വെളുത്തുള്ളിയും കൂടിയാണ് ഇതിനാവശ്യം. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വറ്റൽമുളക്, വെളുത്തുള്ളി, പിന്നെ ഉപ്പ്, ഇത് മൂന്ന് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി രണ്ടാമതേ ഇടാവും. ആദ്യം ഒന്ന് മുളക് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ വെളുത്തുള്ളി ഇടുക. അല്ലാണ്ട് അധികം അരഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിൻ്റെ വല്ലാത്തൊരു ചായ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. അതിലേക്ക് ഉപ്പും ചേർത്ത് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പിന്നെ ചുട്ടുള്ളി മുളക് അല്ലെങ്കിൽ വെളുത്തുള്ളി മുളക്, ഇത് പുട്ടിൻ്റെ ഒപ്പം സൂപ്പറാണ്. പിന്നെ അതേപോലെ തന്നെ ചോറിൻ്റെയും കൂടെ നല്ല ടേസ്റ്റുള്ള സാധനം. വേറെ കറികളൊന്നും ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. പുട്ടിൻ്റെ ഒപ്പം ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് തിന്നാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എരിവ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഇത് കൂടുതലായി ഇഷ്ടപ്പെടുക. എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഉണ്ടാക്കിയിട്ട് കമൻറ്റ് അറിയിക്കുകയും ചെയ്യാം. കൂടുതൽ ഇത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിരിക്കും. എന്നാലും മറ്റുള്ളവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണെന്നുള്ള ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഞാനിന്ന് പുട്ടിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ, വേറെ കറി ഉണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയും ഇത് തിന്നാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുട്ടിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇവിടെ ഇഷ്ടമുള്ളൊരു സാധനമാണിത്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ചാനലിൽ ഒരുപാട് വീഡിയോസ് ഷോർട്സായി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ വേറെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചുട്ടുള്ളി മുളക് അല്ലെങ്കിൽ വെളുത്തുള്ളി മുളക് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. ഓക്കെ, എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. വെറുതെ കണ്ടുപോവുകയാണ് എല്ലാവരും ചെയ്യുന്നത്. കമൻറ്റ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൾസോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.